All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ഗ്ലോബൽ ലൈവിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മെൻ്റലിസ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമായിട്ടുള്ള മിസ്റ്റർ ബക്കർ കൊയിലാണ്ടിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മിസ്റ്റർ ബക്കർ ഫ്രം കൊയിലാണ്ടി അല്ലേ? കൊയിലാണ്ടി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സുഖമാണല്ലോ? ഓ സുഖം. ഇപ്പോൾ ബഹ്റൈനിൽ ഒരു 10 ദിവസമായി. 10 ദിവസമായി. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്? ബഹ്റൈനിൽ വരാനുള്ള പ്രധാന കാരണം എൻ്റെ പാപ്പ 25 വർഷത്തോളം ജോലി ചെയ്തുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരു യാത്ര എന്നതായിരുന്നു പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ ഒരു പ്രധാന സംഭവം എന്തെന്ന് വെച്ചാൽ, ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കെല്ലാം 10-26 വയസ്സൊക്കെ ഉണ്ടായിരുന്നു അവസാനം മരിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഉപകാരവും ബാപ്പാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ഫീലൊക്കെ എന്നും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ട്രെയിനർ ആവണം അല്ലെങ്കിൽ ആവുമ്പം ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? അതുപോലെ തന്നെ താങ്കളുടെ പഠനകാലത്തെക്കുറിച്ചും കർമ്മമണ്ഡലം, പ്രവർത്തന മണ്ഡലം, ഇതിനൊക്കെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഒത്തിരി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം, പിന്നെ നല്ല ട്രെയിനിങ്, ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഒരു ട്രെയിനർ ആവണമെങ്കിൽ ട്രെയിനിങ് ഒരുപാട് കിട്ടണം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. അതുപോലെ നല്ല വിദ്യാഭ്യാസം, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടായാൽ നല്ല ട്രെയിനർ ആവും എന്നാണ് എല്ലാവരും പൊതുവെ എങ്ങനെയല്ല പലരും വിശ്വാസം. എന്നാൽ ഞാൻ പറയുന്നു, ട്രെയിനർ ആവാൻ ഇത് രണ്ടും അല്ല വേണ്ടത്.
പ്രധാനമായിട്ടും വേണ്ടത് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നമ്മുടെ അനുഭവങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ആയുസ് മുഴുവനും ക്ലാസ് എടുക്കാനുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. വേറെ എവിടെയും പോവുകയോ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ വായിച്ച് അത് പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് ഞാൻ ജയിച്ചത് 12 വർഷം കൊണ്ടാണ്, 1 മുതൽ 10 വരെ. കാരണം എനിക്ക് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്നു. നിങ്ങൾ തോറ്റു എന്ന് പറയും, ഞാനത് തോറ്റതല്ല. എനിക്ക് അക്ബർ എവിടെയാണ് കിണർ കുഴിച്ചത്, ഷാജഹാൻ പൂന്തോട്ടം നിർമ്മിച്ചത് എവിടെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി ലേശം പാട് വന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടി അവിടെ ഇരുന്ന് ഗവേഷണം നടത്തിയിട്ട് ജയിച്ചു വന്നത്. അതെ 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 അതെ, ഗവേഷണ വിദ്യാർത്ഥിയാണ്. അപ്പം +2, അതായത് നമ്മുടെ പ്രീ ഡിഗ്രി, പണ്ടത്തെ പ്രീ ഡിഗ്രി 2 വർഷം കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. 2 വർഷം അവിടെ പഠിച്ചു. നമ്മൾ ആ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ടിട്ട് ഗവേഷണമാണല്ലോ പ്രധാനം. 2 വർഷം കൊയിലാണ്ടിയിലെ പാരൽ കോളേജിലും പോയി പഠിച്ചു. അങ്ങനെ 4 വർഷം കൊണ്ടാണ് പ്രീ ഡിഗ്രി പാസ്സായത്. ഡിഗ്രി എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് പോലും അറിയില്ല. എൻ്റെ അതൊരു 35-40 വയസ്സ് വരെ ഞാൻ ഡിഗ്രി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദീർഘകാലത്തെ ഒരു പഠന പാരമ്പര്യമുള്ള ഒരാളാണ്. ഇപ്പോൾ ഡിഗ്രി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം, പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെന്ന് വെച്ചാൽ ഒരു 28 വയസ്സ് വരെ യാതൊരു ജോലിക്ക് ഞാൻ പോയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. 28 വയസ്സ് വരെ, 28 വയസ്സ്. എന്നാൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിരുന്നു. ഈ ഫുട്പാത്ത് കച്ചവടമായിരുന്നു മെയിൻ പരിപാടികൾ. ഈ പഴയ ചെരുപ്പ്, പച്ചക്കറി കുറച്ച് ദിവസം ചെയ്യും, എന്നിട്ട് അതിനേക്കാളും ബെറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ പുതുതായിട്ട് റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇട്ടിച്ചിട്ട് ആ സിനിമ കാണാൻ പോകും. കൊയിലാണ്ടി അങ്ങാടിയിലൂടെ ഇങ്ങനെ തേരാപ്പാര നേർച്ചക്കോഴിയെ പോലെ ഇങ്ങനെ നടക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ആര് കണ്ടാലും മരിച്ചെടുത്ത് പോവില്ല, ഞാൻ കല്യാണത്തിന് പോവില്ല, സൽക്കാരത്തിന് പോവില്ല, ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറില്ല. ഒരുപാട് അപകർഷതാ ബോധമായിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നൊരു ടൈപ്പ്. വളരെ ചുരുക്കം കുറച്ച് കൂട്ടുകാരോടത്ത് മാത്രമേ ഉള്ളൂ മനസ്സ് തുറക്കാറുള്ളൂ, ബാക്കി ആരുടെ മുന്നിലേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. അത് അവരെ കുറ്റമല്ല കേട്ടോ, അവരെ കുറ്റമല്ല. നമ്മളിങ്ങനെയാണല്ലോ, ഒന്നിനും ഉപയോഗിക്കുന്നില്ല, മരിച്ചെടുത്ത് പോലും പോകുന്നില്ല, കുടുംബത്തിൽ പോലും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവും. അപ്പോൾ ആര് കണ്ടാലും ഒരു എന്താ പറയുക, ഭാവത്തിലാണ് നോക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ആ സമയത്തൊക്കെ ഒരു രോഗിയായിട്ട് കിടക്കുകയായിരുന്നു. മെഡിക്കൽ സയൻസിനെ കണ്ടെത്താൻ പറ്റിയില്ല എന്താണ് ഈ രോഗം. 12 വർഷം ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 12 വർഷം 30ഓളം ഹോസ്പിറ്റലുകളിൽ മലബാറിൽ അദ്ദേഹം കിടന്നിട്ടുണ്ട്. രോഗം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, മേലൊക്കെ വേദനയാണ്. ഈ 30ഓളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരൊറ്റ ഹോസ്പിറ്റലിൻ്റെ പടിയും ഞാൻ ആ സമയത്ത് കയറി നോക്കിയിട്ടില്ല. എൻ്റെ ഉമ്മാക്ക് എന്താണ് എന്ന് ചോദിച്ചിട്ട്. ഒരു ബാപ്പ ഇവിടുന്ന് അയക്കുന്ന പൈസ കൊണ്ടിട്ട് 3 നേരം ചോറുണ്ടാവും, അതിങ്ങനെ തിന്നാൻ നടക്കുക എന്നുള്ള ചിന്ത അല്ലാതെ. എന്നാൽ നമ്മളെ വിളിച്ചാരെങ്കിലും ഇത് ഉപദേശിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അക്കാലത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ വേറെ ലെവലിലെത്തി പോകുമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മായി വീട്ടിൽ ഭയങ്കര വേദനയായിട്ട് നിലവിളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കതൊന്നൊരു കെയറല്ല. അത് തൊട്ടടുത്ത റൂമിലിരുന്നിട്ട് സിനിമാവാസികളൊക്കെ വായിച്ചിങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കാലത്ത് തോന്നി, ശരിയല്ല, നമ്മുടെ ജീവിതം ശരിയല്ല, ഒരു മനുഷ്യനായിട്ടല്ല ഉള്ളത്, ഒരു മനുഷ്യനാവണം. പറ്റുമെങ്കിൽ എന്നെ പോലെ നടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉപദേശം ഇപ്പോൾ ആർക്കും വേണ്ട, എന്നാലും അങ്ങനെയൊക്കെ പറ്റണം എന്നൊരു തോന്നലിൽ നിന്ന് ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തതാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ട്രെയിനിങ് ക്യാമ്പ്. അതൊരു TV ചാനലിൻ്റെ ഭാഗമായിരുന്നു, അവർ നടത്തിയതായിരുന്നു. അവിടുത്തെ 4 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ 3 നല്ല കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ 2ാമത്തെ ആൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി, അത് എന്നിൽ മാറ്റം ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ സാറ് എന്നോട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ ജൂനിയറായിട്ട് നിൽക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇത്ര മോശപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് വന്നിട്ട് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനൊരു മാറ്റം നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ മറ്റുള്ളവരെയും മാറ്റിയെടുക്കാൻ നിനക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടോ ഒന്നല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ വിജയിക്കുന്നത്. ആരുടെയെങ്കിലും വായിൽ നിന്ന് വരുന്ന ഒരു 2 വരി വാക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആ 2004 ആ ഒരു വാക്കാണ്, ആ സാറിൻ്റെ വാക്കാണ്. അതിനുശേഷമാണ് ട്രെയിനിങ് രംഗത്തേക്ക് വന്നത്. ട്രെയിനിങ് തന്നെ നമ്മൾ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ജീവിതം ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹിറ്റ്ലറാണ് കൂടുതൽ ഐ എന്ന വാക്ക് ഉപയോഗിച്ചെന്ന്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവാൻ ഞാനായിരിക്കും. ഈ ഐ കൂടുതൽ ഉപയോഗിക്കുന്നവർ അഹങ്കാരികൾ എന്നാണ് പൊതുവെ പറയുന്നത്, ഞാനെന്ന ഭാവം. പക്ഷെ ഞാൻ
എൻ്റെ ക്ലാസ്സിൽ ഒത്തിരി പ്രാവശ്യം ഐ ഐ ഐ എന്ന് ഉപയോഗിക്കും. എൻ്റെ മക്കളെ പറയും, എൻ്റെ ഉമ്മയെ പറയും, വൈഫിനെ പറയും, വല്യമ്മയെ പറയും. എൻ്റെ ജീവിതമാണ് എൻ്റെ ക്ലാസ്. അതുകൊണ്ട് ഞാൻ അഹങ്കാരിയാണെന്ന് ചിലർ ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്. അല്ലാതെ വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 1000-ലധികം ട്രെയിനിങ് ക്യാമ്പുകൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചു. GCCയിൽ ഏതാണ്ട് കുവൈത്ത് ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റും. ഞാൻ സൗദിയിലേക്ക് പോകുന്നു. 24 കുറേ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. പലതരത്തിൽ 16ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. PSC പുസ്തകങ്ങളാണ് കൂടുതൽ. പിന്നെ ബാലസാഹിത്യമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ശരി. അതുപോലെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും അതുപോലെ തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും. താങ്കൾ അതുപോലെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് പ്രചോദനമായ ഒരാളാണ് അല്ലേ? അപ്പോൾ താങ്കളുടെ ഇതുവരെയുള്ള ഈ കരിയറിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അന്നത്തെ ആ സാറ്, പിന്നെ രണ്ടാമത് സാറിൻ്റെ പേര് ഞാനിപ്പോൾ പറയാത്തത്, സാറ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറണ്ട എന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് പ്രചോദനമായിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ഉമ്മ, വല്യമ്മ, എൻ്റെ വൈഫ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്. 2 ചെറിയ മക്കൾ. ഒരാൾക്ക് 11 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ അറിവുകളൊക്കെ ആദ്യം നൽകുന്നത് എൻ്റെ മക്കൾക്കാണ്. അവർക്കത് ആപ്റ്റാണെങ്കിൽ, അവർക്ക് വളരെ എളുപ്പമാണെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്നുള്ളൊരു സിദ്ധാന്തത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഒത്തിരി വീഡിയോസൊക്കെ സാർ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ജീവിതത്തിൽ ഇതുവരെ നേടിയ അച്ചീവ്മെന്റ്സ്? ഒരുപാട് യാത്രകൾ ചെയ്യാൻ, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിലവിൽ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. ഞാൻ 32ാമത്തെ വയസ്സിൽ PSC എന്താണെന്ന് അറിഞ്ഞു, PSCയുടെ ഫുൾ ഫോം അറിഞ്ഞു. അങ്ങനെ ഈ പരീക്ഷകളൊക്കെ എഴുതാൻ തുടങ്ങി. കുറച്ച് ജോലികളൊക്കെ കിട്ടി. ആ കിട്ടിയ ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്തിട്ടാണ് പിന്നീട് ക്ലാസ് എടുക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ ജോലി അവിടെ നിലവിലുണ്ടോ അല്ലെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്തോ എന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ തിരിച്ച് കയറിയിട്ടില്ല. കാരണം എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുക, ക്ലാസ് എടുക്കുക, മരണം വരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആസ്വദിക്കാൻ പറ്റുന്ന, സന്തോഷമുണ്ടാക്കുന്ന ജോലി ആയിരിക്കണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ സർക്കാർ ജോലി ഉപേക്ഷിച്ചു പോയവൻ ഒരു വിഡ്ഢിയാണ് എന്നൊരു തോന്നലുണ്ടാവാം. അത് അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. നമുക്ക് അതിനേക്കാളും സന്തോഷം ഇതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണോ സന്തോഷം അത് ചെയ്യുക എന്നതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് ജോലി ചെയ്തതിനാലും സന്തോഷത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഒരുപക്ഷെ സാലറി കൂടുതൽ കിട്ടുന്ന ജോലി കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ ആ സമയത്ത് നമുക്ക് മാനസികമായ സന്തോഷം ഇല്ലാത്ത ജോലി ഇല്ല. നമ്മളൊരു റൂമിൽ തന്നെ, ഇപ്പോൾ ഞാൻ ITD ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ഒരു റൂമിൽ ക്ലർക്കായിരുന്നു. അപ്പോൾ ക്ലർക്ക് ഒരു റൂമിൽ ഇങ്ങനെ ഒരു മേച്ചപ്പുറത്ത് ഒരു കസേരയൊക്കെ ആയിട്ട് കുറച്ച് ഫയലുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഇതാണല്ലോ ഉള്ളത്. അത് പലപ്പോഴും എനിക്ക് പിന്നെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും അവിടുന്ന്. ചില ദിവസങ്ങളിൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ചില ദിവസങ്ങളിൽ അന്നൊക്കെ ഈ ബാത്റൂമിൽ പോയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജോലിയിൽ കയറിയത്. അപ്പോൾ ബാത്റൂമിൽ പോയിട്ടൊക്കെ ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെറുതെ ആരോടോ സംസാരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ആരെങ്കിലും കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കറിയുന്ന അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇതാണ്. അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടോ ഇൻ്റർനാഷണൽ ട്രെയിനർ എന്നൊക്കെ നാട്ടുകാർ പേരിട്ടതാണ്. 1-2 രാജ്യങ്ങളൊക്കെ പോയപ്പോൾ നമ്മൾ എങ്ങനെ ട്രെയിനിങ് മേഖലയിൽ എത്തി എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അതൊക്കെ പടച്ചവന് അങ്ങനെ എത്തിച്ചതാണ്. നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളിലൂടെ പടച്ചവൻ നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും, പടച്ചവൻ നമുക്ക് വിധിച്ചു വെച്ചത് മറ്റൊന്നായിരിക്കും. തീർച്ചയായിട്ടും. അതുപോലെ എന്ത് ചോദിച്ചാലും ആൻസർ നൽകാൻ കഴിവുള്ള 2 മിടുക്കി കുട്ടികളുടെ ബാപ്പയാണ് താങ്കൾ അല്ലേ? ഒരു പുണ്യം ചെയ്ത ബാപ്പയാണ് അല്ലേ? കുട്ടികളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഫാമിലിയെക്കുറിച്ച്. എനിക്ക് 2 മക്കളാണ്. 3 ആളുണ്ടായിരുന്നു. ആമിനയും ആയിഷയും. ആമിന ഐറിൻ, ആയിഷ റിസ 2 മക്കളാണ്. പക്ഷെ 3 പേരുണ്ടായിരുന്നു. മുഹമ്മദ് റോഷൻ എന്ന് പറഞ്ഞൊരു മൂത്ത ആൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ മരിച്ചുപോയി. പിന്നെ ഇവർ 2 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, എൻ്റെ പിന്നാലെ തന്നെ എപ്പോഴും ഇവരുണ്ടാവും. പക്ഷെ ഇതിൽ ഇവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ കാരണമായ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവരോടും പറയും, 6 വയസ്സുകാരായ കുട്ടികളായിട്ട് ഇരിക്കുക.
6 വയസ്സുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനോ ഒന്നുമില്ല, ടെൻഷനില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തും പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, പറയുന്നത് എന്തും ചെയ്യാനും പറ്റും. നമ്മുടെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ലല്ലോ. കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറയും ചെയ്യും, ഞാൻ വലിയൊരു അഹങ്കാരിയും പൊങ്ങച്ചക്കാരനൊക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെക്കാളും വലിയൊരു അഹങ്കാരി ക്ലാസ്സിൽ ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഈ കുറേ ക്ലാസ്സുകൾ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ചിലരെന്നോട് ചോദിച്ചു, 6 വയസ്സുകാരായിട്ടുള്ള മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാവുമോ? ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നല്ലേ? ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം തെളിവ് സഹിതം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മൾ ഒരാൾക്കും ഓഫർ ചെയ്ത് കൊടുക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളിലൂടെ അത് കാണിച്ചു കൊടുത്തു. 6 വയസ്സുകാരായിട്ടിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമെന്ന് അവരെ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു കൊടുത്തു. രണ്ടുപേരും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് 1-ൽ കൂടുതൽ പ്രാവശ്യം നേടിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിലും ടി വിയിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ 140 നിയമസഭാ മണ്ഡലത്തിലെയും ജയിച്ച ആൾക്കാരുടെയും പിന്നെ അതുപോലെ ആ മണ്ഡലങ്ങളൊക്കെ ഫലം വന്ന് 1 മണിക്കൂറിനുള്ളിൽ അവർ പിന്നെ പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വൈറലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ നേടിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലാണ്. അതുപോലെ മെൻ്റലിസം, ഞങ്ങൾ സാർ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റലിസം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു സംഭവമാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ മെൻ്റലിസമാണ്. എഡ്യൂക്കേഷണൽ മെൻ്റലിസത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബ്രെയിനാണ്. അവർ 400ഓളം വിഷയങ്ങളിൽ അത് ചെയ്യും. ഇപ്പോൾ ഇവിടെ വെച്ചൊരു സാറ് ഏതെങ്കിലും ഒരു മഹാൻ്റെ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മഹാൻ അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്ന ഒരാളുടെ പേര് എനിക്ക് എഴുതി തരികയാണെങ്കിൽ ജസ്റ്റ് ഞാനൊരു കോള് ചെയ്തിട്ട് എൻ്റെ മോളോട് ചോദിക്കും, ആരെയാണ് ഇദ്ദേഹം എഴുതി തന്നിരിക്കുന്നതെന്ന്. ഒത്തിരി ഷോ ഒക്കെ ഇവിടെ നടന്നു. ഓക്കെ, അപ്പോൾ അവർ പറയും അത്. അതിലൂടെ മക്കളുടെ കഴിവോ എൻ്റെ കഴിവോ ഒന്നുമല്ല ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 1,00,000 മടങ്ങ് ശക്തിയുണ്ട് എന്നതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്നത് എളുപ്പമാണ്, അതുകൊണ്ട് കളിക്കുന്നത് അതിനേക്കാൾ എളുപ്പമാണെന്നുള്ള ഒരു സിദ്ധാന്തം നേരത്തെ ഞാൻ പറഞ്ഞില്ല, അത് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അന്നേരം ജനങ്ങൾ ചോദിക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ട്രിക്സ് എന്താണ്? ഇതാണ് ഇവർ ചിലർ ചോദിക്കുന്നത്. പക്ഷെ അതിനെ ട്രിക്സിനേക്കാൾ ഉപരി നമുക്ക് എന്ത് സ്റ്റോർ ചെയ്തെടുത്തിട്ട് ആവശ്യാനുസരണം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധനം ഉണ്ടെന്ന് അത് നമ്മൾ തിരിച്ചറിയണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒത്തിരി വേദികളിൽ എൻ്റെ കൂടെ വരുന്നുണ്ട്. എന്നേക്കാൾ ഇപ്പോൾ 2 പേരും കൂടി കൊറോണയ്ക്ക് ശേഷം ഞാൻ വാങ്ങിയ ഉപഹാരങ്ങളെക്കാളും കൂടുതൽ ഉപഹാരങ്ങൾ ഈ 2 പേരും കൂടി വാങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവരാണ് ഷെയർ ചെയ്യുക. എന്നെ കൊണ്ടു നടക്കുന്നത് പോലും എൻ്റെ മൂത്ത കുട്ടിയാണ്. എൻ്റെ ഡ്രസ് സെൻസ് പോലും തീരുമാനിക്കുന്നതും ഞാനൊരു ചെറിയ കുഞ്ഞായിട്ട് അവരുടെ ഇടയിലുണ്ട്. നമ്മൾ മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പിന്നാലെ നടക്കും. രക്ഷിതാക്കളേക്കാൾ കൂടുതൽ നമ്മുടെ അമ്മാവൻ, കാരണവന്മാർ, ഇവരൊക്കെയാണ് നമ്മുടെ പിന്നാലെ നടക്കുക. എന്നിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എന്ത് ചെയ്യണമെന്ന് പറയില്ല, അത് ചെയ്യരുത്, പിന്നാലെ നടന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ പിന്നാലെ നടന്ന് തള്ളിയാൽ നമുക്ക് നഷ്ടമായിരിക്കും. അവരുടെ ഒപ്പം നടന്ന് നമ്മൾ ശീലിക്കണം. അവരൊരു കൂട്ടുകാരെ കൊണ്ടുപോകുന്ന പോലെ അല്ല, കൂട്ടുകാരെ പോലെ കട്ടയല്ലോ സാറ്, കൂട്ടുകാരെ പോലെ നമ്മൾ കൊണ്ടെടുക്കണം, ഒപ്പം നടക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയും, അതെ, എല്ലാം ഷെയർ ചെയ്യും. അതേസമയത്ത് പണ്ടത്തെ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവസാന കാലത്ത് വൃദ്ധസ്ഥാനങ്ങളിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലുള്ള ജീവിതമോ അറിവോ അല്ല അവരിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച് അവർക്ക് വേണ്ടത് നമ്മൾ അവരുടെ കൈ പിടിച്ച് കൊണ്ടു നടന്ന് കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോവില്ല. അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ കഥകൾ കേൾക്കുന്നില്ലേ? കുഞ്ഞുങ്ങളൊക്കെ മനസ്സിപ്പോൾ വളരെ ലോലമാണ്. എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിൽ ജീവനൊടുക്കുന്ന അവസ്ഥയിൽ പോലും ഓരോ മാസവും എൻ്റെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം നമ്മൾ നിർവഹിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളോ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയോ ഒന്നല്ല, നമ്മളെ വീടാണ്. എല്ലാവരും പറയുന്നതാ നമ്മളെ വീട്. അത് മനസ്സിലാക്കണം. നമ്മൾ അത് വെറുതെ പറഞ്ഞ് കേൾക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാവരും ഉള്ളത്. മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകരെന്ന് പറയുന്നത്, മികച്ച അധ്യാപകരെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അവരെക്കാളും വലിയൊരു ടീച്ചേഴ്സിനെ നമുക്ക് ലോകത്ത് കിട്ടാനില്ല. അതുപോലെ ഈ മോട്ടിവേഷൻ സ്പീച്ച് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തിലൊക്കെയാണ് സ്പെഷ്യാലിറ്റി? സത്യത്തിലെ ആൾക്കാർ എന്താണോ പറയുന്നത്, ജീവിക്കണമല്ലോ. നമ്മൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്നതാണ്, അപ്പോൾ ജീവിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം
പൊങ്ങച്ചം പറയാമെന്ന് വിചാരിക്കുന്നത്. ലേശം പൊങ്ങച്ചൊക്കെ ഉണ്ടാവും. ആളുകൾ എന്ത് പറയുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. 99% പീപ്പിൾസ് ആർ ഫെയിലിയർ. റീസൺ ഓഫ് വെറിങ് അബൌട്ട് വാട്ട് വിൽ പീപ്പിൾ സേ. എന്ത് ജനങ്ങൾ പറയുമെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെയൊക്കെ പരാജയത്തിന്. അത് നോക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു ചിന്തയാണ്, പലർക്കും അത് വിഡ്ഢിത്തമായിട്ട് തോന്നും. പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്, നീ വിഡ്ഢിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ പൈസ ചോദിച്ച് വാങ്ങാറില്ല, തരുന്നതേ വാങ്ങും. ഓക്കെ, ഈ തരുന്നത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ സൂചിപ്പിക്കും, നിങ്ങൾ തന്നത് വളരെ കുറഞ്ഞു പോയി എന്ന് ഞാൻ പറയും. മനുഷ്യനാണല്ലോ. അതുകൊണ്ട് തന്നെ ആളുകൾ എന്താണോ ക്ലാസ് എടുക്കാൻ പറയുന്നത് ആ ക്ലാസ്സൊക്കെ എടുക്കും. അതൊരു ചങ്കൂറ്റ. പാരൻറ്റിങ്, മോട്ടിവേഷൻ, മെൻ്റലിസം, മെമ്മറി ഷോ, PSC, പബ്ലിക് സ്പീക്കിംഗ്, എന്താ ബിസിനസ് ക്ലാസ്സുകൾ, എന്താണ് ആൾ പറയുന്നത് അത് പ്രിപ്പയർ ചെയ്ത് അവർക്ക് പോയി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു കൊടുക്കുക എന്നൊരു വിശ്വാസത്തിലാണ്. ഇതുവരെ അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ 24 hours മേലെ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി, അത് ഒന്നിലേറെ പ്രാവശ്യം നടത്തിയിട്ട് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ, അതിനുള്ള പ്രചോദനം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ഉപയോഗിക്കുക. എൻ്റെ അടുത്ത് കൂടുതൽ നേരം ആൾക്കാർ ഇരിക്കില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ കേൾവി, എൻ്റെ ഏറ്റവും അടുത്ത സർക്കിളിലാണ് ഞാനിത് ചെയ്യാം. അല്ലാത്തടത്തൊക്കെ നമ്മൾ മൗനം പാലിക്കും. നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങോട്ട് കിട്ടാൻ, നമുക്ക് അറിവ് നേടാൻ ഏറ്റവും നല്ലത് ഒരു സദസ്സിൽ മിണ്ടാതിരിക്കലാണ്. അപ്പോൾ അവർ പറയുന്നതൊക്കെ നമുക്ക് കിട്ടുന്ന അങ്ങനെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു PSC, മോട്ടിവേഷൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. കൊയിലാണ്ടിയിലെ ഒരു സ്കൂളിലാണ് അത് ചെയ്തത്. ഒരു ആവശ്യത്തിന് ചെയ്തതാണ്, പക്ഷെ അത് സക്സസ് ആയി. 24 മണിക്കൂർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ടല്ല കേട്ടോ. 3 മണിക്കൂർ കൂടുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ 6 മണിക്കൂർ കൂടുമ്പോൾ ഒരു 20 മിനിറ്റ് ഒന്നിച്ച് ബ്രേക്ക് എടുക്കും. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ തുടർച്ചയായിട്ട് സാധ്യമല്ല. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും. ഗിന്നസിലൊക്കെ അങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്, ബ്രേക്കൊക്കെ ഉണ്ട്. അത് നടന്നപ്പോൾ അതിന് പിന്നെ സമാപന സമ്മേളനത്തിന് കൊയിലാണ്ടിയിലുള്ള ഒരു വ്യക്തിത്വം, പേര് പറയുന്നില്ല, അദ്ദേഹം വന്നു. അദ്ദേഹമാണ് സമാപനമൊക്കെ നടത്തി എന്നെ ആദരിക്കുകയൊക്കെ ചെയ്ത് പോയി. ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, സത്യമാണോ, കൊയിലാണ്ടിയിലെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്, സത്യമാണോ 24 മണിക്കൂറൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വെറുതെ തള്ളി മറിച്ചതാണോ ഇത്, രാത്രിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ, 100-100ഓളം പേരെ അയാൾ കയ്യിലാക്കിയതാണെങ്കിലോ. അത് എന്നോട് ഈ ആളെന്നോട് വന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വീണ്ടും വാശിയായി. ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് ഒരു ക്ലാസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ പ്രളയം ഉണ്ടായത്. പ്രളയം ഉണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മളെ കൊണ്ട് സാമ്പത്തികം നമ്മളെ കയ്യിലില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് ഒരു ക്ലാസ് എടുത്താലോ. തുടർച്ചയായിട്ടൊരു ക്ലാസ്, വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടി വെക്കാം, വരുന്നവർ തരുന്ന എല്ലാ പൈസയും കൂട്ടിയിട്ട് നമുക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുക. അത് നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയ പുണ്യമല്ലേ. അങ്ങനെയാണ് ഈ 36 മണിക്കൂർ ക്ലാസ് ഞാൻ അനൗൺസ് ചെയ്തു. ഇദ്ദേഹത്തോട് ഞാൻ പോയി പറഞ്ഞു, ഞാൻ 36 മണിക്കൂർ ക്ലാസ് ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം, അവരുടെ ടൗൺ ഹാളിൽ നിന്ന് കിട്ടുമെങ്കിൽ വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞു. അത് പബ്ലിക്കിൽ വെച്ചിട്ട് 36 മണിക്കൂർ, എൻ്റെ ഒരു പ്രതികാരം കൂടി അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ചൊരു 36 മണിക്കൂർ ക്ലാസ് നടത്തി. ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങി, നാളെ വൈകുന്നേരം 5 മണി വരെ തുടച്ചു. ഒത്തിരി ആൾക്കാർ വന്നു, ഒത്തിരി പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഇടയ്ക്ക് വന്നു. അത്യാവശ്യം പൈസ കിട്ടി. ആ പൈസയൊക്കെ അവസാനം ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. അതുപോലെ യൂട്യൂബിൽ ഒരു ദിവസം തോന്നി യൂട്യൂബിൽ കയറിയിട്ട് ഒരു ക്ലാസ് എടുക്കാം. യൂട്യൂബിൻ്റെ 100-100 വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷേ ആളുകളൊന്നും കാണാറില്ല. അത് വേറെ വിഷയമാണ് കേട്ടോ. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല, അതിൽ കാര്യമില്ല, ചെയ്യാറില്ല. അപ്പോൾ അതിൽ കയറി ഒരു ദിവസം ഒറ്റ ഇരിപ്പിന് 10 മണിക്കൂർ അങ്ങ് എടുത്തു. രാത്രിയിൽ വെറുതെ കയറിയിട്ട് ഒരു ലൈവ് അങ്ങ് കിട്ടും, ആരുമില്ല ലൈവ് കാണാൻ. ഞാൻ ആരൊക്കെയോ ഉള്ളതുപോലെ അങ്ങോട്ട് ക്ലാസ് എടുത്തു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ഞാൻ നിർത്തുമ്പോൾ 10 മണിക്കൂർ ക്ലാസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അത് കണ്ടത് 2 പേരാ. ഇപ്പോൾ അത് ആരൊക്കെയോ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു 10 മണിക്കൂർ തുടർച്ചയായിട്ട് എഴുന്നേറ്റ് പോവാതെ എടുത്തിട്ടുണ്ട്. ഒരാളുടെ വ്യക്തിഗതമായ ലക്ഷ്യത്തിലെത്താൻ തടസ്സമായിട്ടുള്ളത് എന്താണ്? ഉൾവലിയൽ. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പിന്മാറുക പല സ്ഥലത്തുനിന്നും. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാന കാരണം. പിന്നെ ഉൾവലിഞ്ഞു പോവുക. അപ്പം ആ പരാജയബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ പലതിലേക്കും പല നെഗറ്റീവുകളും നമുക്ക് വരും. മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് വലിഞ്ഞു പോകും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എഴുന്നേറ്റ് നിന്നപ്പോൾ
ആദ്യം ചെറുപ്പത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം വീണതിന് ശേഷമാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന്. നമ്മൾ നടന്നത് ഒത്തിരി പ്രാവശ്യം ഇരുന്ന് പോയതിന് ശേഷമാണ് നമ്മൾ നടന്നത്. നമ്മൾ എന്തൊരു വിജയം നേടിയിട്ടുണ്ടോ ജീവിതത്തിൽ, അതിൻ്റെ മുമ്പേ ഒരു 100,000 പ്രാവശ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തായിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പരാജയമില്ലാതെ ലോകത്ത് വിജയമില്ല. എന്ന് പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് വിജയിക്കൂല എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. വീണെടുത്ത് കിടന്ന് കളിയാ, വീണെടുത്ത് കിടന്ന് കളിയാ. അവിടെ നിന്ന് എഴുന്നേറ്റ് നമുക്ക് പോകാൻ പറ്റണോ? ഒരു വിത്തെങ്കിലും മുളക്കാത്ത ഏതെങ്കിലും മരുഭൂമി ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ജയിക്കും. റൊണാൾഡോ വന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ബോൾ എടുത്തുകൊണ്ട് പോസ്റ്റിലേക്ക് ഇട്ട് ഗോളാക്കാൻ എതിർ കളിക്കാർ സമ്മതിക്കുമോ? ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പുറത്തേക്ക് അടിച്ചിട്ടും അടുത്ത് പോയിട്ടും അവസാനം ഒരിക്കൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതാണ് ജീവിതം, വിജയം എന്ന് പറയുന്നത്. പരാജയ ബോധം ഉണ്ടാവുന്നിടത്തോളം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ നമ്മൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് മറവി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എല്ലാവർക്കും വന്നുപെടുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആധികാരികമായിട്ട് അതിനെക്കുറിച്ചൊന്നും, മറവിയെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് അത്ര അങ്ങോട്ട് പ്രാപ്തനല്ല. ചില അറിവുകൾ വെച്ച് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഏതാണ്ട് 86,000 കോടി നാഡീകോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് പറയപ്പെടുന്നത്. 86,000 കോടി നാഡികൾ, ഏതാണ്ട് 25 ലക്ഷം GB സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. വായിച്ചിട്ടുള്ള അറിവാണ്, തെറ്റുണ്ടാവുക കേട്ടോ. ചിലപ്പോൾ അതിനെ വിയോജിക്കുന്നവരുണ്ടാവുക, എൻ്റെ അറിവിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ നാഡീകോശങ്ങൾ ചേർന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള 1400 ഗ്രാം ഭാരമുള്ള ഒരു സാധനമാണ് നമ്മുടെ തലച്ചോറ്. അത് എല്ലാവർക്കും ഒരേ രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ആൾക്കാരുടെ വളർച്ചയും തളർച്ചയും ഉണ്ടാവും എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, കുറച്ച് പ്രായമാകുമ്പോൾ മറ്റ് വസ്തുക്കളെ പോലെ തന്നെ, ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ അതിനും ചില ക്ഷീണമൊക്കെ സംഭവിക്കും. അപ്പോൾ അതിലൂടെ ഒരു വർഷത്തിൽ പ്രതിവർഷം ഏതാണ്ട് 0.5 നാഡീകോശങ്ങൾ പ്രായം ആവുമ്പോൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓർമ്മക്കുറവ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, എനിക്ക് പണ്ട് കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ, അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഈ മറവി എന്ന ഒരു രോഗം വരുന്ന പോലെ ഞാനത് ഉറക്കമില്ലായ്മയാണോ അതിൻ്റെ കാരണമെന്ന വലിയൊരു കാരണമായിട്ട് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള ഉറക്കമില്ലായ്മ, പിന്നെ നമ്മളെ സ്ട്രെസ്, ടെൻഷൻ, ഇത്തരം കാര്യങ്ങളുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മയിൽ നിൽക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഇംഗ്ലീഷ് പദ്യം, ഓക്കെ, നമുക്ക് ഓർമ്മയിലുണ്ടോ? ഉണ്ടോ? സാറിന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ടോ? ആ ടൂറിനെ കുറിച്ച് ഒരു 8 വരി സാറിന് ഓർത്തെടുക്കാൻ പറ്റുമോ? സാറിന് തീർച്ചയായിട്ടും പറ്റും. അല്ലേ? പറ്റുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിലിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ടെൻഷൻ, കാണാപ്പാഠം പഠിക്കുക, പിന്നെ നോട്ടുണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ എഴുതിയിട്ടാണ് നമ്മളെല്ലാം പഠിച്ചിരുന്നത്. പിന്നെ അത് മാർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു, അല്ലേ? പക്ഷേ ഇപ്പം നമുക്കത് ഓർമ്മയില്ല. എന്നാൽ ടൂറ് പോയ സമയത്ത് നമ്മുടെ കയ്യിൽ പേപ്പറില്ല, പേനയില്ല, ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ അത് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ഏത് ബസ്സിലായിരുന്നോ പോയിരുന്നത്, ജീപ്പിലായിരുന്നോ പോയിരുന്നത്, ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു പോയിരുന്നത്, രാവിലെയാണോ രാത്രിയിലാണോ പുറപ്പെട്ടത്, ഒക്കെ നമുക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റും. സ്കൂളിലെ ഫൈനാൻസ് ഡേ, അച്ചാറ് കുടിക്കാൻ പോയത്, വെള്ളം കുടിക്കാൻ പോയത്, ചോറ് തിന്നാൻ പോയത് ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. എന്നാൽ ക്ലാസ്സിൻ്റെ അകത്തുള്ള ക്ലാസ്സുകളെ നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത് അവിടെ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിലൂടെ പറയുന്നത് പഠിക്കാതിരിക്കലാണ് ജയിക്കാനുള്ള നല്ല മാർഗം. പഠിക്കുമ്പോഴാണല്ലോ മറവി വരുന്നത്. പഠിക്കാതിരിക്കുക, പകരം എന്ത് ചെയ്യുക, പഠിക്കേണ്ടതിനെ ആസ്വദിക്കുക. ആസ്വദിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ നമ്മുടെ മൈൻഡിൽ കിടക്കും. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറന്നു പോവാതിരിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ മറവി വേണം, മറവില്ലെങ്കിൽ മനുഷ്യൻ തീർന്നില്ലേ, മറവി വേണം. എന്നാൽ അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുക. ആസ്വദിക്കുക, പഠിക്കാതിരിക്കുക. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കും. എബിംഗ്ഹോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നു, ഒരു ദിവസം പഠിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറിനുള്ളിൽ പകുതി മറക്കുന്ന. ഒരു ദിവസം കൊണ്ട് 66%, 6 ദിവസം കൊണ്ട് 72%, ഒരു മാസം കൊണ്ട് 80% നമ്മൾ മറക്കുന്ന. അപ്പം ഞാൻ എല്ലാവരോടും പറയാം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മക്കളെ, നിങ്ങൾ പഠിക്കരുത്, പകരം എന്ത് ചെയ്യുക, ആസ്വദിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനതിൻ്റെ ഓർമ്മ കറക്റ്റ് ആകുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ. സാർ ഒന്ന് ഫ്രിഡ്ജ് തുറന്നു കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, അരി, ഗോതമ്പ്, മുട്ട ഒക്കെ ഉണ്ട് അവിടെ, ഒക്കെ ഉണ്ട് അവിടെ. സാർ കുറച്ച് സാധനങ്ങൾ പറഞ്ഞേ, അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. വെജിറ്റബിൾസ് പറയാം, ഫ്രൂട്ട്സ് പറയാം, എഗ് പറയാം, ആപ്പിൾ, ഗ്രേപ്സ്, മാംഗോ, പിന്നെ വെജിറ്റബിൾസ് കുറച്ച്, കുക്കുംബർ, ചില്ലി, പിന്നെ ക്യാരറ്റ്, ടൊമാറ്റോ, അങ്ങനെ കണ്ടു. പിന്നെ വേറെ മീറ്റ്സിലൊക്കെ എന്തൊക്കെ ഉണ്ടാകാം? മീൽസിലുണ്ടാവും ചിക്കൻ, ബീഫ്, മട്ടൺ, ഫിഷ്. ഓക്കെ, ഫിഷ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഫിഷ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എഗ് ഉണ്ടാവും അല്ലേ, അരിപ്പൊടി ചിലപ്പോൾ ഉണ്ടാവാം, ഗോതമ്പ് ഉണ്ടാവാം, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി ഒക്കെ ഉണ്ടാവാം അവിടെ. റെഡി അല്ലേ? ഓക്കെ. ഇപ്പം നമ്മളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ കാണുന്ന സാധനങ്ങളിലെ 90%-ലും ലോകത്ത് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. സാറൊരു നോട്ടോ പേനയോ ഒന്നുമില്ലാതെ തന്നെ ചൈന മുന്നിട്ട് നിൽക്കുന്ന കുറേ സാധനങ്ങൾ, ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കതിന് വേണ്ടത് ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഇതേ സമയത്ത് ഞാനത് എഴുതി നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് എഴുതണം, എന്നിട്ട് നിങ്ങൾ കാണാപ്പാഠം പറയണം അല്ലേ. ഇപ്പോൾ സാറിന് ഒരു 10 സാധനങ്ങൾ ചൈന മുന്നിട്ട് നിൽക്കുന്ന പറയാൻ പറ്റില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. കുറച്ച് ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്, കാരണം അത് മറ്റു രാജ്യങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? ഓക്കെ, ഒരു 10 പറഞ്ഞോളൂ. ഇപ്പോൾ എഗ്, മീറ്റ്, ബീഫ്, ചിക്കൻ, അതുപോലെ വെജിറ്റബിൾസിൽ കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, പിന്നെ ആപ്പിൾ, ഗ്രേപ്സ്. മതി, എനിക്ക് പൈസ തരണേ ഇതിന്. ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് ചൈനയാണ്. അപ്പം നമ്മൾ അവിടെ ഒരു അറിവായി. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാലും നമുക്ക് അവിടെ മറവി എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ വരാൻ കുറച്ച് വൈകും. കൃത്യമായിട്ട് നമുക്ക് കിട്ടും ചൈന മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ്, കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് എല്ലാ ചോദ്യങ്ങളിലും പടച്ചോൻ അതിൻ്റെ ഉത്തരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു എല്ലാ ചോദ്യത്തിലുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 8 ലക്ഷം ഉണ്ട്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പക്ഷെ വിശ്വാസം വേണം. ഇപ്പോൾ ദേശീയപാത പ്രാബല്യത്തിൽ വന്ന പഞ്ചവത്സര പദ്ധതി എത്രാമത്തതാണെന്നുള്ളൊരു ചോദ്യം ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് എവിടെയാണ് ഉത്തരം? ദേശീയപാത പ്രാബല്യത്തിൽ വന്ന പഞ്ചവത്സര പദ്ധതി എത്രാമത്തതാണ്? ജസ്റ്റ് നോക്കുക, എന്താ പ്രാബല്യത്തിൽ വന്നത്? ദേശീയപാത. നമുക്കൊന്ന് എണ്ണി നോക്കാം. ദേശീയപാത എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം. ഇനി പറയൂ, ദേശീയപാത പ്രാബല്യത്തിൽ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇങ്ങനെ എല്ലാ ചോദ്യത്തിലും ഉത്തരവുണ്ട്. എത്ര വേണമെങ്കിലും തരാം. ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് കുറച്ച്. അപ്പോൾ നമ്മൾ ആസ്വദിക്കാനുള്ളൊരു മൈൻഡും, പഠനത്തെ ഒരു ഭാരമാക്കാതെ, സ്ട്രെസ് എടുക്കാതെ, തലവേദന ഇല്ലാതെ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പഠനം വളരെ എളുപ്പമാവും. ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശല്യമായി മാറുന്നത് പലപ്പോഴും സത്യം പറഞ്ഞാൽ മാതാപിതാക്കളാണ്. അവർ പഠിച്ച സിദ്ധാന്തവും അവർ പഠിച്ച രീതികൾക്കനുസരിച്ചൊക്കെ മക്കളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് പല കുട്ടികളുടെയും മാറ്റത്തിന് കാരണം. സത്യം. അവർക്കിതൊരു തമാശ രൂപത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കേണ്ടതിനെ വളരെ വേഗത്തിൽ, ഒരു ദിവസം കൊണ്ട് പഠിക്കേണ്ടതിനെ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ മോള് ആയിഷാരിസ
മിനിറ്റ് കൊണ്ട് 31 സെക്കൻഡ് കൊണ്ട് എലിമെൻസും അതിൻ്റെ അറ്റോമിക നമ്പറും പറയും. അത് പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് 21 മിനിറ്റ് മതി. 118 മൂലകങ്ങളും എലമെൻസും അതിൻ്റെ അറ്റോമിക നമ്പറും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അതെൻ്റെ ബുദ്ധിയല്ല. ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മളെ തലച്ചോറ. ഇത് നായക്കും പൂച്ചക്കും കൊടുക്കാതെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുമോ? പറ്റുമോ അല്ല ചോദിക്കണം, പറ്റുമോ? ചിലർ പറയുന്നു പറ്റും എന്ന് പറയുന്നു. സത്യത്തിൽ എൻ്റെ അറിവിൽ അങ്ങനൊരു സംഭവം നടക്കില്ല, പറ്റില്ല. എന്നാൽ ഞാനൊക്കെ ഒരുപാട് ക്ലാസ്സുകളിലെ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളിത് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരിക്കലും മനസ്സ് വായിക്കലല്ല. നിങ്ങൾ ഹാപ്പി ആവുന്ന സമയത്ത്, നിങ്ങൾ സങ്കടപ്പെടുന്ന സമയത്ത് അത് വേഗത്തിൽ നിങ്ങളുടെ മുഖത്ത് വരുന്നുണ്ട്. പ്രതിഫലിക്കുന്നുണ്ട്. നിങ്ങളൊരു ജോലി ചെയ്യുന്നത് ഒരു പോലീസാണെങ്കിൽ, ഒരു പോലീസിലാണെങ്കിൽ, ഒരു ടീച്ചറാണെങ്കിൽ, ഇതൊക്കെ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാലേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്ലാസ്സിൽ, നിങ്ങൾ ടീച്ചറല്ലേ, നിങ്ങൾ കണക്കാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എല്ലാ മനസ്സിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും മുഖത്ത് വന്ന് നിൽക്കുമെന്നാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മെൻ്റലിസത്തിൽ ഇപ്പോൾ ഒരു 1നും 10നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ വിചാരിക്കാൻ പറയുന്നു. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സംഖ്യ ഞാനിപ്പോൾ എണ്ണുമ്പോഴത്തേക്ക് അതിലേതാണെന്ന് ഒന്നുകൂടി നിങ്ങൾ മനസ്സിൽ തറപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ മനസ്സിൽ വന്ന് എണ്ണാൻ പറയും. എണ്ണാൻ പറയുമ്പോഴത്തേക്ക് ആ ഡിജിറ്റ് വരുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ഭാവമാറ്റം ഉണ്ടാവും. അത് അവർ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നു, കൃത്യമായിട്ട് പറയുന്നു. അതാണ് മെന്റലിസം ഒക്കെ ഒരു കലയെന്ന രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ അതിന് മനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല, റിവീൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേര് ഉണ്ട്. ഞാൻ ഈ മെന്റലിസം മനസ്സുകൊണ്ടുള്ള എന്തൊക്കെയോ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് എറണാകുളത്ത് പോയിട്ട് 10,000 രൂപ കൊടുത്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു പോരാൻ നേരത്താണ് മനസ്സിലായത്, ഈ പഠിച്ച കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏതാണ്ട് 35,000 രൂപയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങണം. അങ്ങനെ നിരാശനായി ബസ്സിൽ വരുമ്പോഴാണ് മക്കളെ പഠിപ്പിച്ച എഡ്യൂക്കേഷനും ഇതുമായിട്ട് കോർത്തിണക്കിയിട്ട് എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ മെൻ്റലിസം ചെയ്തുകൂടാ എന്നുള്ള രീതി വന്നത്. അതിൽ നിന്നാണ് ആ ഒരു എല്ലാ പരാജയത്തിലും നമുക്ക് ജയിക്കാനുള്ളൊരു വിത്തുണ്ടാവും. അതിൽ നിന്നാണ് ഈ എഡ്യൂക്കേഷൻ മെൻ്റലിസത്തിലേക്ക് വന്നത്. മനസ്സൊന്നും ആർക്കും വായിക്കാൻ പറ്റില്ല. അത് വെറുതെ ഒന്നുകിൽ പീക്കിങ്, അതായത് ഒളിഞ്ഞു നോട്ടം മുമ്പേ മനസ്സിലാക്കി വെക്കുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഈ മുഖത്തെ ഭാവങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലരോടും പറയാൻ പറ്റും. നമ്മൾ ടെൻഷനായി കഴിഞ്ഞാൽ ചിലർ വന്ന് ചോദിക്കില്ല, ഇന്ന് ഭയങ്കര ടെൻഷനാണെന്നൊന്നും പറയുന്നില്ല. അതുപോലെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഒബ്സർവേഷൻ മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ആളുകളെ തിരിച്ചറിയാനോ അവരെന്ത് ചെയ്യുന്നു, അവർ എന്താ പറയുക, ഇൻട്രോവെർട്ടാണോ അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് മിങ്കിളാവുന്ന ആളാണോ, ടീച്ചറാണോ, പിന്നെ ഒരു പോലീസുകാരനാണോ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് ഈ മുഖത്ത് നോക്കി മനസ്സിലാക്കുന്നതാണ്. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ പരാജയമാവും. പക്ഷെ അവിടെ കിടന്നിട്ടും നമ്മൾ ഉരുളാൻ പഠിക്കണം, എന്നാലാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരുപാട് വേദികളിൽ സ്പീച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്, മോട്ടിവേഷണൽ സ്പീച്ച് നടത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരുന്ന ഓഡിയൻസിൻ്റെ ഇരുന്ന ആരെങ്കിലും ഇമോഷണലായിട്ട് വേദിയിലേക്ക് കയറി വന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഓൾമോസ്റ്റ് തള്ളലാണ് പൊങ്ങച്ചാവെന്നൊക്കെ തോന്നും. ഓൾമോസ്റ്റ് ഒരുവിധം ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ എൻ്റെ ജീവിതം പറയുമ്പോൾ എൻ്റെ ഉമ്മയെ നോക്കാത്ത കാര്യം, ബാപ്പയുള്ള സമയത്ത് അദ്ദേഹത്തിന് ഉപകാരപ്പെടാതെ പോയ ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ആ ഒരു മുഖത്തെ ഭാവം കണ്ടിട്ട് പലരും ഇമോഷണൽ ആവാറുണ്ട്. പിന്നെ ക്ലാസ്സുകൾ ഇത്രയും വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയും. ഞാൻ 6 ഡിഗ്രി എഴുതി തോറ്റൊരു മനുഷ്യനാണ്. എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് ഇങ്ങനെ പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരെല്ലാത്തിൻ്റെയും കുറേ 400ഓളം വഴിക്രമങ്ങൾ പറയും. അതൊക്കെ ക്ലാസ്സുകളിൽ കാണിച്ചു കൊടുക്കും. എൻ്റെ മക്കളെ കൊണ്ട് എനിക്കിങ്ങനെ പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കിത് പറ്റും, യു ക്യാൻ ഡു ഇറ്റ്, ഇത് നിങ്ങൾക്ക് സാധിക്കും എന്നൊക്കെ പറയുമ്പം ആളുകളിലൊരു ചെറിയൊരു മാറ്റങ്ങൾ ചില സമയത്തുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പം ആളുകൾ വല്ലാതെ ഫീലാവും. ഇപ്പോൾ ഇന്നലത്തെ KMCCയിൽ നടന്ന ക്ലാസ്സിൽ പോലും ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫീലായിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അത് കാണുമ്പോൾ നമുക്ക് സങ്കടവും ഒരേ സമയത്ത് സന്തോഷവും ഉണ്ടാവും. നമ്മൾ 100 പേരുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പോലും നമ്മൾ വലിയ സംഭവമാണ്. മനുഷ്യരല്ലേ, എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എൻ്റെ ഈ സ്പീച്ച് ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ടാവും? എന്നാൽ ഇത് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും? ഓരോരാൾക്കാർക്കും അവരുടെ ജീവിതം അത് ജീവിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. നമ്മൾ വഴിയിൽ കാണുന്ന അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കുരക്കുന്ന എന്ന് പറയാം, ഒരു വാക്ക് അത്ര ഉപയോഗിക്കാൻ പാടില്ല, കുരക്കുന്ന ആളുകളെയൊക്കെ എറിഞ്ഞോടിക്കാനാണ് നമ്മുടെ പരിപാടിയെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്തൂല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ
നമ്മൾ ഈ സ്പീച്ച് ഇപ്പോൾ എവിടെയെങ്കിലും നടക്കുന്നൊരു സ്പീച്ച്, മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ നമുക്ക് ഉണ്ടാവും. മീൻസ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ 100-ൽ ചിലപ്പോൾ ഒരു 10 ആയിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുക. ഈ 10 നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യും. ഞാൻ ഇന്ന് മുതൽ ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്, ഞാൻ അദ്ദേഹം ഒരു ആളുടെ ക്ലാസ് കേട്ടു, അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, നീ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, അദ്ദേഹം പറഞ്ഞ അതുപോലെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ഞാനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. അങ്ങനെ അത് കുറേയൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവർക്കൊക്കെ ഈ ഒരു സ്പീച്ച് കേട്ടിട്ട് അവരുടെ ജീവിതത്തിലും കുറച്ചൊക്കെ ഒരു പ്രചോദനം ലഭിക്കുന്നതാണ്. ഉണ്ട്. പക്ഷെ ചിലർക്കുണ്ടല്ലോ, ചിലർക്ക് ഇത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വലിയ വിഷയം. ഒരു ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനറാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. മോട്ടിവേഷൻ ട്രെയിനർ എന്ന് പറഞ്ഞാൽ അയാൾ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് ചെടി വളരുന്ന പോലെ നമ്മൾ വളരും. ഇങ്ങനെ വളർന്നു വരും. ഐ ക്യാൻ വളർന്ന് അങ്ങ് ഭയങ്കര പീറ്റത്തെങ്ങായിട്ട് മാറും. ഓക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ എന്തായി, വീണ്ടും പഴയതുപോലെ ഇങ്ങനെയായി. അപ്പോൾ അത് ചിലർക്ക് എന്താവും എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവും. ചിലർ ജീവിതം അവസാനം വരെ കൊണ്ടെടുക്കും. നമ്മളെ പിന്നെ വിളിക്കൂ, ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഒരാളുടെ ജീവിതത്തിൻ്റെ പരാജയത്തെ നമുക്ക് വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് കൊടുക്കാൻ പറ്റിയ എന്താ ഒരു മോട്ടിവേഷൻ എന്താണ്? ഈ ചോദ്യത്തിന് മറ്റൊരു തരത്തിൽ ഉത്തരം പറയാം. നമുക്ക് ആരെയും ജയിപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരാളെയും വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനിതൊന്നും പറയുന്നത്. എൻ്റെ ജീവിതമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രചോദിപ്പിക്കാൻ പറ്റും ആൾക്കാരെ. നമ്മുടെ രക്ഷിതാക്കളായാലും സുഹൃത്തുക്കളായാലും പ്രചോദിപ്പിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഒരു സ്ഥലത്തെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഓക്കെ, പക്ഷെ എത്തണോ വേണ്ടയോ എന്ന് ലാസ്റ്റ് തീരുമാനിക്കുന്നത്, അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങളത് എടുക്കാത്തിടത്തോളം കാലം നിങ്ങളെ ജയിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. സാധിക്കുമോ? ഏറ്റവും വലിയ മോട്ടിവേറ്ററുടെ ക്ലാസ്സിലും ആളുകൾ തോറ്റിട്ടില്ലേ? ഉണ്ട്. കാരണം എന്താണ്? നിങ്ങൾ തീരുമാനിക്കാത്തടുത്ത കാലത്തോളം നിങ്ങളെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പരാജയപ്പെട്ടൊരു മനുഷ്യനെ നമുക്ക് പ്രചോദിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റും. പക്ഷെ അയാളെ വിജയിപ്പിക്കണമെങ്കിൽ 100% അയാൾ തന്നെ തീരുമാനിക്കണം. തീർച്ചയായിട്ടും അതിന് വേണ്ട വിത്തുകൾ നമ്മൾ അയാൾക്ക് കൊടുക്കുക. അതാണ്. പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് നമ്മൾ പറമ്പിൽ കളിക്കാൻ പോവുകയും അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അപ്പനും അമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നോക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയം മൊബൈൽ യൂസിങ് ആണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ യൂട്യൂബ്, റീൽസ് അങ്ങനത്തെ കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ അവരെ അതിൽ നിന്നും കുറേയെങ്കിലുമൊക്കെ നമുക്ക് പിന്തിരിപ്പിക്കാറുണ്ട്. മൊത്തത്തിൽ കൊണ്ടുവരാൻ ആർക്കും പറ്റത്തില്ല. കുറേയൊക്കെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് അവരെ വേറെ ഏതെങ്കിലും നല്ല മേഖലയിലോട്ട് തിരിച്ചു വിടാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ സാധിക്കും? അതായത് ഇപ്പോഴത്തെ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ട നല്ല ഒരു ഉപദേശം അല്ലെങ്കിൽ നല്ല ഒരു മെസ്സേജ്. കൊറോണയാണ് ഈ ഒരു സംഭവം ഇത്ര രൂക്ഷമാക്കി മാറ്റിയത്. കുട്ടികളെ അഡിക്റ്റ് ആക്കി മാറ്റി. കുട്ടികളെ മാത്രമല്ല, അഡിക്റ്റ്. ഇന്നിപ്പോൾ ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഒട്ടുമിക്ക സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ള മക്കളെയും കൊണ്ടാണെന്ന്. പലരും വയലൻ്റ് ആണ്. ഇത് കൊടുക്കാതാവുമ്പോൾ അവർ എറിഞ്ഞൊടുക്കുക, തകർക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കില്ല. അത് നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകേണ്ടി വരും. ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല രക്ഷിതാക്കളും ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പം അവർ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വന്ന് അലമ്പുണ്ടാക്കാതിരിക്കാൻ മൊബൈൽ കൊടുക്കും കയ്യിൽ. അതിന് പകരം നമ്മളൊരു 10 പുസ്തകങ്ങൾ അവർക്ക് വാങ്ങി കൊടുത്തിട്ട് അതിലേക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുക. മുറ്റത്തൊരു പൂന്തോട്ടം വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുക. ഘട്ടം ഘട്ടമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പുതിയ തലമുറയിലെ കുട്ടികളെ മൊബൈലിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോയവരെ നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്ക് അവരെ ലോകം നഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അല്ല, തിരിച്ച് കൊണ്ടുവന്നില്ലെങ്കിലും അവരെ അത് നല്ലത് മാത്രം ചിന്തിക്കുന്ന, അല്ലെ നല്ലത് മാത്രം കാണുന്ന, നല്ലതിൻ്റെ പുറകെ പോകുന്ന ആ ഒരു ട്രാക്കിലേക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പല കുട്ടികളും നെഗറ്റീവായിട്ടുള്ള അങ്ങനെ ഒരു ട്രാക്കിലോട്ട് പോകുന്നു. അതിന്
ഏറെക്കുറെ കാരണക്കാർ എൻ്റെ അഭിപ്രായത്തിൽ മക്കളൊന്നുമല്ല, രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കളെ ടീച്ചേഴ്സ് നോക്കിക്കോളും, സ്കൂൾ നോക്കിക്കോളും. അല്ലെങ്കിൽ അവർ പറയുന്നൊരു കാരണമാണ് കാലഘട്ടം അങ്ങനെയാണ്, അതല്ലെങ്കിൽ മക്കൾ ഒന്നടക്കം പറയും ന്യൂ ജനറേഷൻ എല്ലാവരും അങ്ങനെയാണ് ന്യൂ ജനറേഷൻ. നമ്മളൊരു പ്രളയം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഓൾഡ് ജനറേഷൻ ആണോ എന്നെ പോലുള്ള ആൾക്കാരാണോ മുന്നിട്ടിറങ്ങിയത്? ന്യൂ ജനറേഷൻ അല്ലേ? റോഡ് കിടക്കാൻ ഒരു പ്രായം ചെന്ന ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ആദ്യം ആരാ ഓടിപ്പോകുന്നത്? ന്യൂ ജനറേഷൻ അല്ലേ? അവരെ അടക്കി അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അവർ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു 10-60% കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ്. മക്കളെ ശരിയായ രീതിയിൽ വളർത്താതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുട്ടികൾ ഇങ്ങനെ വാശി, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എപ്പോഴും ഇന്നലെ രാത്രി എന്നോട് ചോദിച്ചു, മകൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എപ്പോഴും മൊബൈലിലാണ്. മൊബൈലായ ഒരു കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ രക്ഷിതാക്കൾ തന്നെ ശ്രമിക്കണം. നമുക്കത് പെട്ടെന്ന് അവർ പോയിട്ട് നീ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി മൊബൈൽ ഒഴിവാക്കുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ സന്ദേശം കൊടുക്കേണ്ടത് കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുക. കുട്ടികളോട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് മൊബൈൽ ഉപയോഗിക്കാം, പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇഷ്ടം പോലെ. ഇപ്പോൾ കണ്ണിൻ്റെ ഹോസ്പിറ്റലിലൊക്കെ അല്ല ഐ ഹോസ്പിറ്റലിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കൂടി എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ആ പഠനം കൊണ്ട് നമ്മളൊരു ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുക. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ 2 പേര് അധ്വാനിച്ചാൽ പോലും ലക്ഷ്യത്തിലെത്താത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പെൺമക്കളെ ആയാലും ആൺമക്കളെ ആയാലും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ജോലി അവർക്ക് വേണ്ടായിരിക്കുക, നിങ്ങളിത് സമ്പത്തുണ്ടായിരിക്കുക, പക്ഷെ ഒരു ജോലി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക. നല്ല കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമാണ്, ഒരു ജോലിയാണ്, അല്ലയോ? നമുക്ക് നല്ല കുടുംബമായി, സമാധാനമായി, സന്തോഷമായി. ഈ ജീവിത വിജയം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കലല്ല. ജീവിത വിജയം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിത വിജയി. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് താങ്കളിൽ നിന്നും പഠിക്കാൻ പറ്റി. ഒപ്പം പ്രേക്ഷകർക്കും ഒത്തിരി കാര്യങ്ങൾ താങ്കൾ പറയുന്നതെല്ലാം താങ്കളുടെ അനുഭവത്തിൽ നിന്നാണ്, അല്ലേ? അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പോലെ തന്നെ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു മിസ്റ്റർ ബക്കർ കൊയിലാണ്ടി. അല്ലേ? റിയാസ് അഹമ്മദ് എന്നാണ് ഒറിജിനൽ നാമം. ഓക്കെ. ബക്കർ കൊയിലാണ്ടി എന്ന പേരിലാണ് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ക്ലാസ് എടുക്കുന്നത്. ഇപ്പം എൻ്റെ ഒറിജിനൽ നാമത്തിലേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ ബക്കർ കൊയിലാണ്ടി എന്നെ പിടിച്ച് അലക്കി കഴിഞ്ഞു. ശരി. ഏതായാലും തീർച്ചയായിട്ടും താങ്കളുടെ തൂലികാ നാമമാണ് ബക്കർ കൊയിലാണ്ടി. റിയാസ് അഹമ്മദ് എന്നാണ് ഒറിജിനൽ. ഓക്കെ. അപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത് ബക്കർ കൊയിലാണ്ടി എന്നാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു സ്പീച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ എല്ലാവിധ ആശംസകളും താങ്കൾക്ക് ഉണ്ടാക്കും. താങ്ക് യു. BMC ഗ്ലോബൽ ലൈവിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഞാൻ രാജേഷ് പെരുങ്ങുഴി, സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance.
This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your